അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണല്ലോ? എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ്, ബീഫ് ഇടിയപ്പം. ഇടിയപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ ഇത് ഒരു വെറൈറ്റിയാണ്, ബീഫ് വെച്ചിട്ടുള്ള ഇടിയപ്പം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ച് ചെയ്യാം, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം. ചെമ്മീൻ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും മസാല ഉണ്ടാക്കാം. അതായത് നമ്മൾ ആദ്യം അരിമാവ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് ഇടിയപ്പം പോലെ പിഴിഞ്ഞ് അതിനകത്ത് മസാലയും കൂടി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് ചെറിയതാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 300-350 ഗ്രാം ഉണ്ടാവും. ഇത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മിൻസ് ചെയ്തതുപോലെ ഉണ്ട്. മിൻസ് ചെയ്ത് അധികം പൊടിയല്ല, എന്നാലും ചെറിയതാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഉള്ളി, ഒരു 3 ഉള്ളി ഞാൻ ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റണം. അതിനുവേണ്ടി ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ആദ്യം ഒന്ന് മൂപ്പിക്കണം. ഒന്ന് നന്നായി മൊരിഞ്ഞു വന്നാൽ നമുക്ക് മറ്റ് മസാലകൾ ചേർക്കാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വാടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇത് നന്നായിട്ട് ഇളക്കുക. മഞ്ഞൾപ്പൊടി മാത്രം മതി, മുളക് പൊടിയൊന്നും വേണ്ട. നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് ഞാൻ ചേർത്തത്. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തത്. 3-4 പച്ചമുളക് വരെ ആവാം. നല്ല മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ മസാലയിലും ഉള്ളി മസാലയിലും ബീഫിലും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. നന്നായി വാടിക്കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച ബീഫും കൂടി ഇതിൽ ചേർക്കണം. നന്നായി വാടിക്കഴിഞ്ഞു ബീഫും കൂടി ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിൽ കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. മല്ലിയില ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ. ഇനി നമുക്ക് അരിമാവ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇങ്ങനെയുള്ള ആവശ്യത്തിന് അധികം പുഴുങ്ങലരി പൊടിയാണ് ഉപയോഗിക്കുന്നത്. പച്ചരിപ്പൊടിയും നമുക്ക് ഉപയോഗിക്കാം. അത് പച്ചരിപ്പൊടി ആകുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുറച്ചൊന്ന് വേവിച്ചതുപോലെ ആക്കിയെടുക്കണം. എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പുഴുങ്ങലരി ആകുമ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുള്ള ബീഫിൻ്റെ മസാലയും റെഡിയായി. ഇനി നമുക്ക് ഇടിയപ്പം പിഴിയണം. അതിനുവേണ്ടി ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലയിലേക്ക് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞ് വേവിച്ചെടുക്കണം. ഇതറിയാലോ എല്ലാവർക്കും, നമ്മുടെ ഇടിയപ്പം പിഴിയുന്നത്. ഇതിൻ്റെ പേര് എന്നോട് മറന്നുപോയി കേട്ടോ. നമുക്ക് ഇതിൽ അരി ചേർത്തിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കണം. ആദ്യം ഒരു ലെയർ പിഴിഞ്ഞ് വെച്ചു, പിന്നെ അതിൻ്റെ മേലെ മസാല വെച്ചു, എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടെ ഒരു ലെയറും കൂടെ ഇടിയപ്പം പിഴിയണം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം.
ഞാൻ 3 വാഴയിലയിൽ ഇടിയപ്പം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 6ഉം 12ഉം പിന്നെ ഒരിലയിൽ 4 എണ്ണവും 16 ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ആവിയിൽ വേവിച്ചെടുക്കണം. പെട്ടെന്ന് വേവുകയും ചെയ്യും. ഒരു 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതി, പെട്ടെന്ന് വേവും. അപ്പോൾ ഇടിയപ്പം എല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ആവിച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇതിപ്പോൾ വെന്തിട്ടുണ്ടാവും. നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ തട്ടിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് വേണം അതിൽ നിന്ന് മാറ്റി വെക്കാൻ. നമുക്ക് വേവിച്ച വാഴയില മാറ്റിയിട്ട് നല്ലൊരു വാഴയിലേക്ക് മാറ്റാം. ഞാൻ നല്ല വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഓരോ പീസ് മല്ലിയില വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഭംഗി മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അതിൻ്റെ അകത്ത് മസാല നടുവിലും ചുറ്റും ഇടിയപ്പവുമായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും സലാം.